ഒന്ന് പെട്ടെന്ന് പോയി അനിയ, രാഹുലം കഴിയാറായി. എന്തേട്ടാ പെണ്ണിന് നല്ല നിറമൊക്കെ ഉണ്ടോ? സത്യം പറഞ്ഞ അനിയ, പെണ്ണുണ്ടല്ലോ പൂവൻ പഴം പോലെ ഇരിക്കും. ഞാൻ സത്യം പറഞ്ഞതാ, പെണ്ണുണ്ടല്ലോ തമനെ പോലെ ഇരിക്കും. പെണ്ണ് തമനെ പോലെ അല്ലെങ്കിൽ ഞാൻ കവണ കൊണ്ട് തന്നെ തൂക്കിയടിക്കും. അത് ആദ്യം മനസ്സിലാക്കി. എന്റെ മാമ അവൻ കള്ളം പറയാ. വെറുതെ വളവളന്ന് സംസാരിക്കാതെ വണ്ടി എടുക്ക്. അവിടെ പെണ്ണ് വെയിറ്റിംഗില്ല. കറക്റ്റ് സമയത്ത് വന്ന്. നമസ്കാരം. ഇതാണ് പെണ്ണിന്റെ അച്ഛൻ. ഭാഗത്തേക്ക് പോവാ. നമസ്കാരം. ഇതാണ് പെണ്ണിന്റെ അമ്മ. അതെങ്ങനെയാ, വളരെ അന്തസ്സുള്ള കുടുംബമാണ് ഇവരുടേത്. ആരാ മാമ ഈ പച്ചക്കാട്ട് കൊടുക്കുന്നുണ്ട്? അത് അങ്ങേരോട് ചോദിക്കും. മോളെ വരാൻ പറയട്ടെ. അച്ഛൻ താമസിപ്പിക്കുന്നതിനാ, പെട്ടെന്ന് വിളിക്കേ. പോട്ടെ. പൂവമ്പഴം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ലോണം നോക്കി വനിയാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പൂവൻ പഴം പോലെ ഉണ്ടത്. അവിടെ പിന്നെ കൊടുക്ക, ഇങ്ങോട്ട് വാ. ഇത് പൂവമ്പഴമല്ലടാ, കരിഞ്ഞ പൂവമ്പഴയാ. ഇതെടുത്തോന്നേ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട്. ചേട്ടാ പ്ലീസ് ടേക്ക് ഇറ്റ്. നിങ്ങൾക്കും. അളിയാ ശരിക്കും നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? എണിച്ചു വന്ന അളിയാ, നമുക്ക് ഇതിനെക്കാട്ട് നല്ല സെറ്റപ്പ് ആക്കാം. അവിടെ എന്താ രണ്ടുപേരും സംസാരിക്കുന്നത്? ചക്കക്കുരു കഴിച്ചായിരുന്നു, അതാ കൊച്ചു കൊച്ചു സംസാരിക്കുന്ന. നിങ്ങളൊന്നും മിണ്ടായിരിക്കേ. പയ്യന് പെണ്ണിനെ വളരെ ഇഷ്ടപ്പെട്ടതാ പറഞ്ഞ. പയ്യനെന്റെ മോളെ പിടിക്കുമെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എന്റെ മോക്ക് പയ്യനെ പിടിക്കണം, അതാണ് പ്രധാനം. മോളെ ഐശ്വര്യ. എന്താ പേര് വിളിച്ച? ഐശ്വര്യ. നാട്ടുകാർ കേക്ക് അങ്ങനെ വിളിക്കരുത്. ഈ പയ്യനെ നിനക്ക് ഇഷ്ടമായ മോളെ? പെണ്ണിന് എന്തോ രോഗമുള്ളത് പോലെ തോന്നുന്നുണ്ട്. നാണം കൊണ്ടാ? അത് കണ്ടപ്പോഴേ തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡാഡി. പയ്യൻ ഭാഗ്യം ചെയ്തോനാ. മോൾ എത്രയോ പേരെ കണ്ടതാ, ഇഷ്ടപ്പെട്ടില്ല ഒന്നും. ആദ്യമായിട്ടാ ഇങ്ങനെ. അപ്പോഴേ മോനെ, നാളെ തന്നെ കല്യാണം വെക്കാമെന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷയവും ഇല്ല. അത് പിന്നെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാം, അകത്തുള്ള കാര്യങ്ങളെല്ലാം ദേവൻ നോക്കും. അളിയാ ഇപ്പോഴാണ് മനസ്സിലായി ഈ കളർ കോമ്പിനേഷന്റെ കാര്യം എന്താന്ന്. പെണ്ണിനെ കണ്ടപ്പോഴേ മനസ്സിലായി വീട്ടുവേല മൊത്തം ഇവനാ ചെയ്യുന്നതെന്ന്. അളിയനെ എന്ത് കണ്ടിട്ടാ ഓക്കെ പറഞ്ഞേ? ഈ പയ്യനെ കല്യാണം കഴിച്ചാ പുതിയ പുതിയ സിനിമകൾ കാണാലോ, അതാണ് ഞാൻ ഓക്കെ പറഞ്ഞേ. ചെറുക്കന് സ്വന്തമായിട്ട് തിയേറ്റർ ഉണ്ടല്ലോ. ഈ ചെറുക്കനെ കല്യാണം കഴിച്ചാ ആഴ്ചക്ക് എനിക്ക് പുതിയ സിനിമ കാണാലോ, അതാണ് ഓക്കെ പറഞ്ഞത്. എന്ത് പ്രാന്തായി പറയുന്നത്? തീയിൽ കൈ വെച്ച ആസനത്തിൽ ബോംബ് ഓട്ടാൻ പോവാ. ഇവനെ കല്യാണം കഴിച്ചാൽ നീ നടു റോഡിൽ നിൽക്കേണ്ടി വരും. എന്താ ചേട്ടാ പറയുന്നേ? എന്റെ അമ്മാവന്റെ കണ്ടീഷൻ എന്താ? പ്രേമിച്ച് കല്യാണം കഴിച്ചാല് സ്വത്തിന്റെ പങ്ക് കിട്ടും, അല്ലെങ്കിൽ രണ്ടും തെണ്ടിത്തിരിയും. നീ തീരുമാനിച്ചോ? അയ്യോ, ചെറുക്കൻ തിയേറ്റർ ഓണർ ആയതുകൊണ്ടല്ലേ കാണാൻ കൊള്ളില്ലെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞത്. കൊള്ളില്ലെന്നോ? പടം കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഈ ചെറുക്കനെ വേണ്ട. അയ്യോ, എന്തായാലും രക്ഷപ്പെട്ടു. മോനെ, നീ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. എന്റെ മോള് ഭയങ്കര ദുർവാശിയാ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മോനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ. എല്ലാ ജോലി അവനല്ലേ ചെയ്യുന്നേ. നീ എണിച്ചു വന്നാളിയാ, അവസാനം വരെ ഇത് വായി തന്നെ ഇരിക്കട്ടെ. വന്നേളിയാ. ചേട്ടാ 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 ഒന്ന് നിന്നേ. ചേട്ടാ ഞാൻ പറയുന്നത് കേക്ക്. ചേട്ടാ ഒന്ന് നിന്നേ ചേട്ടാ. ചേട്ടാ 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 പോലെ ചേട്ടാ. ഞാൻ എന്തായാലും പെൺകുട്ടിയോട് പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാം ചേട്ടാ. നീ ചെയ്യുന്ന ജോലിക്ക് അവര് തടസ്സമാണല്ലേ? നീ ചെയ്യുന്ന ജോലി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കല്ലേ. ചേട്ടാ 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 പോലെ ഞാൻ ശരിയാക്കി തരാം ചേട്ടാ. ചേട്ടാ 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 പോലെ ചേട്ടാ. ചേട്ടാ പോലെ ചേട്ടാ. ഒരു ക്വാർട്ടർ അടിക്കുന്നതിനെക്കാട്ടി എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയോ ഈ ബിയർ അടിക്കാൻ. ഇത് കണ്ട എന്താളിയാ ഒരു ടെൻഷൻ? നിങ്ങൾ എന്റെ കൂടെയുള്ളപ്പോ എനിക്ക് മനസ്സമാധാനം കിട്ടും മാമ. എന്താണളിയാ ഇങ്ങനെ പറയുന്നത്? അവിടെ പെണ്ണ് കാണാൻ പോയ സ്ഥലത്ത് കട്ടപ്പയെ പോലെ മുതുകി കുത്തിയിട്ട് ഇവിടെ സെറ്റപ്പായിട്ട് ഇരിക്കുകയാണല്ലേ. കട്ടപ്പ മുതുകി കുത്തിയെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കുമല്ലോ. അതുപോലെ ഞാനിവിടെ സെറ്റപ്പായിട്ടിരിക്കുന്നതിനൊരു കാരണമുണ്ട്, അതറിയാവോ? ഫ്ലാഷ് ബാക്ക് ആണോ? ബദാം കഴിക്കേണ്ടത് അത്യാവശ്യമാ. പൂവ്. ഞാൻ ആ മൂഡിലേക്കൊന്ന് വന്നോട്ടെ. അവള് വന്നവിടുന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് കടിച്ച് തിന്നിൻ. വന്നല്ലോ. ഇന്ന് ഞാൻ വളരെ വളരെ ഹാപ്പിയാ. ഇതാ ചേട്ടാ പാല്. ചെമ്പ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇങ്ങോട്ടിരിക്ക. ഇതെന്താ രാവിലെ ചെയ്യാനുള്ളതൊക്കെ രാത്രി തന്നെ ചെയ്യുവാണോ? ലൈറ്റ് ഞാൻ അണച്ചേക്കട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കും അതാണ് ഇഷ്ടം. ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കാലിന്ന് തുടങ്ങാം.
എന്താ ചെയ്യുന്നേ? ഫസ്റ്റ് നൈറ്റിൽ എല്ലാരും ചെയ്യുന്നത് എന്താണോ അതല്ലേ ഞാൻ ചെയ്യുന്നത്. ആദ്യം അറേഞ്ച് മാരേജ് കഴിക്കൂന്ന് പിടിവാശി കാണിക്കുന്ന ജെമിനിയെ മാറ്റി ലവ് മാരേജ് ചെയ്യിക്ക്. അപ്പോ ഫസ്റ്റ് നൈറ്റ് എന്തിനാ, ഫസ്റ്റ് പകലേ ആഘോഷിക്കാം. എന്താ ഈ പറയുന്നേ? നാളെ മുതൽ ഞാൻ തന്നെ ആ ജോലി ചെയ്തോളാം. ഇന്നത്തേക്കൊരു പ്രിവ്യൂ ഷോ ഞാൻ കാണട്ടെ. വേണ്ട. അല്ലടാ, നമുക്ക് വേണ്ടിയിട്ട് ബെഡ്, പൂവ്, ഫ്രൂട്ട്സ്, പാല്, ബദാം എല്ലാം ഒരുക്കിയിരിക്കുകയല്ലേ. നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇന്ന് ഒരേ ഒരു ദിവസത്തേക്ക് മാത്രം. നിങ്ങൾ ഇനി ഒന്നും മിണ്ടണ്ട. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. ഇതാണ് എന്റെ തീരുമാനം. ഇത് തന്നെയായിരിക്കും എന്റെ തീരുമാനം. സിമന്റ് വെച്ചടയ്ക്കണം. എനിക്കൊരു വാഴപ്പഴവും ഗ്രീൻ ടീയും തന്നാ മതി. വാഴപ്പഴം കഴിക്കേണ്ട സമയത്ത് ഗ്രീൻ ടീ അല്ലേ കുടിപ്പിക്കുന്നത്. അംബാസിഡറിന്റെ ഡിക്കി പോലുള്ള ഈ മുഖം വെച്ചിട്ട് എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ. ഇതാണ് അളിയ നടന്നത്. അളിയ അളിയ അളിയോട് പോയി അളിയ അളിയോട് പോയി അളിയ. ഇത് പാലി കലക്കി കൊടുക്ക്, നടക്കണ്ടൊക്കെ നടന്നോളൂ. ഇനി എന്റെ ജീവിതത്തിൽ കൈയെടുത്താൻ പാടില്ല. എന്താ സാധനം? പെട്ടെന്ന് കൊണ്ടുപോയി നോക്കാം. എന്താ തന്നിട്ട് പോയത് അളിയൻ? ഒന്ന് മതി, നിന്ന് കത്തും. ഒന്നല്ല 9 കഴിപ്പിക്കും. നേരം വെളുക്കുന്നത് വരെ കത്തിക്കും. തലയ്ക്ക് തളം വയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനും തളം വയ്ക്കോ? അടുക്കളയിൽ ആരുമില്ല. ഇത് നിനക്ക് മറക്കാൻ പറ്റാത്ത ദിവസം. ഈ സാധാരണ മതൻ മന്മഥനാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഐറ്റം എവിടെ? ചൂടാക് ചൂടാക്. ഒഴിക്കട ഒഴിക്കട. സൂപ്പർ. ഗുളിക ഇട്ട് കഴിഞ്ഞു. ഇനി ചക 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 ചക. എടാ മോനെ, എടാ എവിടെടാ ഇത്? 10 മണിക്ക് മദ്യഷാപ്പ് പൂട്ടുവോ ഇല്ലയോ? പക്ഷെ എന്റെ പിള്ളേര് കഥ അടയ്ക്കും. എടാ, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ജനിച്ചില്ലേ, പിന്നെ എന്തിനാടാ മുറി കയറി നേരത്തെ കഥ അടയ്ക്കുന്നേ? നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മരുമോനെ, കയ്യിൽ എന്തുവാടാ വെച്ചേക്കുന്നേ? പാല്. ആർക്ക്? നിങ്ങളുടെ മോക്ക്. ഇങ്ങോട്ട് വാടാ. ഇവിടെ ഞാൻ വരൂല. ഇവിടെ വാടാ. ഇവിടെ പെട്ടെന്ന് അമ്മാവൻ വന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നോ? 3 ദിവസമായിട്ട് തുണിക്കടയിലെ കണക്ക് നോക്കാൻ പറ്റിയില്ല. പോയി എടുത്തോണ്ടോ. ഇപ്പൊ തന്നെ നോക്കണോ? ഇപ്പൊ തന്നെ നോക്കണം. പോയി എടുത്തോടാ. അതെന്തിനാ കൊണ്ടുപോകുന്നേ? ഇവിടെ വച്ചിട്ട് പോടാ. വയ്ക്കടാ. പോ. മാമനാണെങ്കിലും കാരന്റെ സ്വഭാവ സമത്തേനെ വന്ന് കയറി. ഒന്നും ശരിക്ക് ചെയ്യത്തില്ല. എന്തെങ്കിലും ചോദിച്ചാ എന്ത്, എന്തിന്, എങ്ങനെയെന്ന്. ഇവനെയൊക്കെ കെട്ടിച്ച് വിട്ടതാ എന്റെ കുഴപ്പം. രാത്രി എല്ലാം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അമ്മാവാ 3 ദിവസം നോക്കിയില്ല. ഇപ്പൊ കണ്ടു. ഇനി കൊണ്ടു. എടാ, കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ നാളെ വെച്ചാ പോരെ? ഇപ്പൊ കൊണ്ടുവയ്ക്കണം. ഇല്ലിപ്പുട്ടെ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ആദ്യം അവന്റെ ചെവി പരിശോധിക്കണം. എന്തോ കുഴപ്പമുണ്ട്. പാൽ. ഒരു നെഞ്ചരിച്ചില് തോന്നി. ഞാൻ തന്നെ എടുത്ത് കുടിച്ചു. അതങ്ങനത്തെ പാലല്ല അമ്മാവാ.